എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമുക്ക് നേരെ ഗീതുവിന്റെയും ഗോവിന്ദിന്റെയും ഇന്നത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ. ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ. അതോടൊപ്പം തന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ സപ്പോർട്ടിലേക്കും തുടർന്നും പ്രതീക്ഷിച്ചുകൊണ്ട് നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ. അങ്ങനെ ഇന്നത്തെ വിശേഷത്തില് വിജയലക്ഷ്മിനെ കൊണ്ട് ഗീതു നേരെ പ്രിയയുടെ മുറിയിലേക്ക് ചെല്ലുവാണ്. അങ്ങനെ ചെന്ന് കഴിഞ്ഞപ്പോ പ്രിയ വിജയലക്ഷ്മിനെ തന്നെ നോക്കുക. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, മോൾക്ക് എന്നെ പരിചയമില്ലെന്ന് എനിക്കറിയാന്ന് പറയാണ്. ഇത് കേട്ടതും ഇങ്ങനെ പ്രിയ ഒന്ന് നോക്കുവാണ്. പെട്ടെന്ന് ഗീതു പറഞ്ഞു, അതെ പരിചയമില്ലെന്നുള്ളൂ, ഇതേ വിജയലക്ഷ്മി അമ്മയുടെ പാട്ടുകളെല്ലാം പ്രിയമോള് കേൾക്കാറുണ്ടെന്ന് പറയണം. ഇത് കേട്ടപ്പോൾ വിജയലക്ഷ്മി പറഞ്ഞു, അതെ മോൾക്ക് എത്രയും പെട്ടെന്ന് സൗഖ്യമാവട്ടെ. ഇത് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഒരേ ഒരു പ്രാർത്ഥന ഉണ്ടായിരുന്നുള്ളൂ, മോൾ എത്രയും പെട്ടെന്ന് ജീവിതത്തിലേക്ക് മടങ്ങി വരും എന്നെനിക്കറിയാന്ന് പറയണം. ആ സമയം മാധവ് അവിടെ കിടന്നിട്ട് കുഞ്ഞു കൊഞ്ചലൊക്കെ നടത്തുന്നുണ്ടായിരുന്നു. പെട്ടെന്ന് ഗീത എന്നിട്ട് മാധവനെ അങ്ങ് എടുത്തു. അപ്പോഴേക്കുമാണ് വരുണും രാധികാമ്മയും കൂടെ അങ്ങോട്ടേക്ക് കയറി വരുന്നത്. അങ്ങനെ അവർ വാതൊക്കെ വരുവാണ്. എന്താ സംഭവിക്കുന്ന അറിയാലോ, ഇവിടെ എന്താ പ്ലാനിങ് എന്നറിയാലോ. ഗീത കുഞ്ഞിനെ എടുക്കുന്നുണ്ടപ്പോൾ തന്നെ വരും പറഞ്ഞു, അമ്മയുടെ തരാനാന്നാ തോന്നുന്നത് കുഞ്ഞിനെ, മിക്കവാറും അമ്മയുടെ കൊണ്ട് തരും. എല്ലാവരുടെ മുന്നിൽ അമ്മ നാണം കെടും. എന്നൊക്കെ ആ വിജയലക്ഷ്മിയുടെ മുന്നിൽ അമ്മ നാണം കെടാൻ പോവാന്ന് പറയണം. അങ്ങനെ വരുവാടാ നോക്കാന്ന് പറയണം. അപ്പോഴേക്കും ഗീതു കുഞ്ഞിനെ എടുത്തിട്ട് നേരെ വിജയലക്ഷ്മിയുടെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുകയാണ്. പിന്നീട് പറഞ്ഞു, അതെ നിന്റെ മുത്തശ്ശിയാന്ന് പറയണിത്. ഇത് കേട്ട് കഴിഞ്ഞാൽ വിജയലക്ഷ്മിയുടെ കണ്ണ് നിറഞ്ഞു. വിജയലക്ഷ്മി കുഞ്ഞിനെ എടുത്തിട്ട് പറഞ്ഞു, അതെ ഞാനേ നിന്റെ മുത്തശ്ശിയെപ്പോലെ തന്നെയാന്ന് പറയണ. അതായത് നിന്റെ അച്ഛന്റെ നിന്റെ മുത്തശ്ശന്റെ എന്ന് പറഞ്ഞിട്ട് പറയാം, ഒരു പരിചയക്കാരിയാന്ന് പറയണ. അങ്ങനെയാ പറഞ്ഞ, വേറൊന്നും പറഞ്ഞില്ല. ഇതൊക്കെ കണ്ടു കഴിഞ്ഞപ്പത്തിനും വരും പറഞ്ഞു, നോക്കിയേ കുഞ്ഞിന് വല്ല കരച്ചിലും ഉണ്ടോന്ന് നോക്കിയേ. സ്വന്തം മുത്തശ്ശി എടുത്തേക്കുന്ന പോലെ ഒന്നും മിണ്ടായിരിക്കുന്ന കണ്ടില്ലേ. അപ്പൊ അമ്മ എടുക്കും മാത്രമുള്ള ഈ കുഴപ്പം, അവരൊക്കെ എടുത്തപ്പോ ഒരു കുഴപ്പമില്ലോ, പിന്നെ അമ്മ എന്തിനാ എടുക്കുമ്പോ കുഞ്ഞ് ഇങ്ങനെ കിടന്ന് കരയണെന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടൻ രാധികാമ്മയ്ക്ക് ദേഷ്യം വന്നു. രാധികാമ്മ വരണേ നീ ഒന്നും മിണ്ടായിരിക്കുന്നുണ്ടോന്ന് ചോദിക്കുകയാണ്. പിന്നീട് കുറച്ച് സമയം കൂടെ കുഞ്ഞിനെ കൊഞ്ചിക്കുന്നുണ്ട്. ആ സമയത്ത് രഞ്ജു അങ്ങോട്ട് വന്ന് രഞ്ജുവിന്റെ കൈ പിടിച്ചോണ്ട് വിജയലക്ഷ്മി കുഞ്ഞിനെ അങ്ങോട്ട് കൊടുത്തിട്ട് പുറത്തേക്ക് അങ്ങോട്ട് ഇറങ്ങി വരുവാണ്. അങ്ങനെ ഇറങ്ങി വന്നിട്ട് പറഞ്ഞു, അതെ നീ ഒരു നിമിഷം പോലും നീ ഇവിടെ നിൽക്കരുത്, എത്രയും പെട്ടെന്ന് തന്നെ എൻ്റെ കൂടെ പോരണമെന്ന് പറയാം. അമ്മ ഇത് എന്ത് വർത്താനാ പറയണേ? ഞാനിപ്പോ വരുന്നില്ല എന്ന് പറയണേ. ആഹാ അപ്പൊ നീ എൻ്റെ കൂടെ വരത്തില്ലല്ലേന്ന് ചോദിക്കണം. വരാം, പക്ഷെ വരുന്നതിന് മുമ്പ് എനിക്കൊരു സത്യം അറിയണമെന്ന് പറയാം. എന്ത് സത്യം? ഈ അനാർക്കലി ആയിട്ടുള്ള ബന്ധം എന്താണ്? അമ്മ അനാർക്കലി നമ്മുടെ ബന്ധം എന്താണെന്ന് അറിഞ്ഞാൽ മാത്രമേ എനിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയണം. ഇത് കേട്ടും പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, അത് മോളെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, അനാർക്കലി എൻ്റെ ഒരു ഫ്രണ്ടാണ്, അതൊന്നുമല്ല അതിനപ്പുറത്തേക്കുണ്ട്. അങ്ങനെയാണെങ്കിൽ അമ്മ എന്തുകൊണ്ടാ ഗോവിന്ദേട്ടനിൽ നിന്ന് അനാർക്കലിയെ ഒളിപ്പിച്ചു വെച്ചത്? കാരണം അന്ന് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ തന്നെ അമ്മ പറഞ്ഞു എന്തുകൊണ്ടാ അനാർക്കലിയെ മാറ്റണമെന്ന്. അപ്പൊ അതിന്റെ പിന്നിൽ എന്തോ ഒരു രഹസ്യം ഇല്ലേന്ന് ചോദിക്കുക. ഇതേ മോളെ തൽക്കാലത്തേക്ക് അപ്പൊ വലിയ രഹസ്യമൊന്നും ഇല്ല. ഇല്ലമ്മേ ഞാൻ വരത്തില്ല, എനിക്ക് ആ രഹസ്യം അറിഞ്ഞാൽ മാത്രമേ വരാൻ പറ്റത്തുള്ളൂ. എന്താ നിങ്ങൾ തമ്മിലുള്ള ബന്ധം എനിക്ക് അറിയണമെന്ന് പറയാണ്. അപ്പോഴേക്കും അങ്ങോട്ട് ഗീത വന്നു. ഗീത വന്നിട്ട് പറഞ്ഞു, ആഹാ രണ്ടുപേരും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ചോദിക്കുക. ഞാൻ സ്വർഗത്തിലെ കട്ടുറും പറയുന്ന വെക്കും. അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. അല്ല അമ്മ ഇപ്പൊ പോകുന്നില്ലോ? എനിക്ക് പോണം, എനിക്ക് കുറച്ച് അത്യാവശ്യമാണെന്ന് പറയണ. അങ്ങനെ പോയിട്ട് കാര്യമില്ല, ഇപ്പൊ തന്നെ കണ്ണേട്ടൻ വരും, കണ്ണേട്ടൻ ഒന്ന് വന്നിട്ട് കണ്ടിട്ട് പോകും. ഇനിയിപ്പൊ അവന്റെ BP കൂടെ കൂട്ടാൻ എനിക്ക് താല്പര്യമില്ലെന്ന് പറയണ. എന്റെ അമ്മ എന്താണെങ്കിലും ഇവിടെ നിൽക്കുന്ന കാണുമ്പോ കണ്ണേട്ടൻ വന്നു കഴിയുമ്പത്തേനും രാധികാമ്മയ്ക്ക് ഒരു ചൊറിച്ചിലുണ്ടാവുമല്ലോ. രാധികാമ്മ ഇവിടെ കിടന്ന ഒരു സംഹാര താണ്ഡവമാടും, അതൊന്ന് കണ്ടിട്ട് പോയാ പോരേന്ന് ചോദിക്കും. ഇത് കേട്ടതും വിജയലക്ഷ്മി വേണ്ട മോളെ, വെറുതെ എന്തിനും ഞാനായിട്ടൊരു പ്രശ്നം ഉണ്ടാക്കുന്നത്, അവന്റെ ഉള്ള മനസ്സമാധാനം കളയുന്നേ, അതുകൊണ്ട് ഞാനില്ല, ഞാൻ അങ്ങോട്ട് പോയേക്കുവാന്ന് പറഞ്ഞോണ്ട് വിജയലക്ഷ്മി എന്ത് ചെയ്യണം, അങ്ങോട്ട് പോകാനായിട്ട് തുടങ്ങുകയാണ്. വിജയലക്ഷ്മിക്ക് എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടേ മതിയെന്നുണ്ടായിരുന്നുള്ളൂ. കാരണം രഞ്ജി ചോദിച്ചുകൊണ്ടിരിക്കും അനാരക്രിയെ കുറിച്ചുള്ള സത്യം, അവളോട് എങ്ങനെയാ ഉള്ള കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നേ. അതോർത്തോണ്ട് പതുക്കെ അവിടുന്ന് വിജയലക്ഷ്മി അങ്ങോട്ട് ഇറങ്ങുക. പിന്നീട് ഗീതയോട് പറഞ്ഞു, അതെ നീ അങ്ങോട്ട് വന്നേക്കാൻ പറഞ്ഞിട്ടാ അങ്ങനെ യാത്ര പറഞ്ഞിട്ട് വിജയലക്ഷ്മി അങ്ങോട്ട് പോകുന്നേ. അങ്ങനെ വിജയലക്ഷ്മി പോകുന്ന വഴിക്ക് ആ കാഴ്ച കാണുന്ന ഡ്രൈവറോട് പറഞ്ഞു വണ്ടി നിർത്താൻ പറയണം. ഡ്രൈവർ വണ്ടി നിർത്തി. നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും അനാർക്കലി കാറിൽ ചാരി ഇങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നീട് നേരെ കാറിൽ നിന്ന് ഇറങ്ങി അനാർക്കലിയുടെ അരിയിലേക്ക് ചെല്ലുവാണ്. അനാർക്കലി വിജയലക്ഷ്മിനെ കണ്ടത് പറഞ്ഞു, ഞാൻ പ്രതീക്ഷിച്ചിരിക്കുമായിരുന്നു, എന്നാലും ഇത്ര പെട്ടെന്ന് നിങ്ങൾ എൻ്റെ മുന്നിലേക്ക് വരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ല എന്ന് പറയണം. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, എനിക്ക് വരാതിരിക്കാൻ പറ്റില്ലോ നിന്റെ അരിയിലേക്കെന്ന് പറയണം. പെട്ടെന്ന് വിജയലക്ഷ്മിയോട് അനാർക്കലി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇത്രയും നാളും ഞാന് നിനക്ക് വേണ്ടി കാത്തിരുന്നു. എന്തിനാണെന്നറിയാവോ? നിനക്ക് എന്നോട് എന്തോ ഒരു രഹസ്യം പറയാനുണ്ടെന്ന് പറഞ്ഞു. അന്ന് നീ ജയിലിൽ എന്നെ കാണാമെന്ന് ആ ഒരു കാര്യത്തിന് വേണ്ടി അല്ലേന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ടതും വിജയലക്ഷ്മി പറഞ്ഞു, അന്ന് ഞാൻ ആ കാര്യത്തിന് വേണ്ടി തന്നെ നിന്റെ അടുത്ത് വന്നേ, പക്ഷെ നിനക്ക് കുറച്ച് മാറ്റങ്ങൾ ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷെ ഇപ്പോഴെനിക്ക് ആ കാര്യങ്ങളൊക്കെ മനസ്സിലായെന്ന് പറയണം.
പെട്ടെന്ന് അവര് പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, നീയും നിന്റെ മോനും ഉണ്ടല്ലോ, അവന് അവൻ ചെയ്ത കാര്യങ്ങളൊന്നും എനിക്ക് അത്ര പെട്ടെന്ന് മറക്കാൻ പറ്റില്ലെന്ന് പറയണം. എന്റെ മോനോ ഗോവിന്ദ, അവൻ നിന്നോട് എന്ത് ചെയ്യുന്ന പറഞ്ഞേ? അവൻ ചെയ്തില്ലേലും അവന്റെ അച്ഛനായിട്ട് വേറെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടല്ലോ, ഇനി ഞാൻ കൂടുതൽ പറയണോന്ന് ചോദിക്കുകയാണ്. ഇത് കേട്ട് കഴിഞ്ഞപ്പോ വിജയലക്ഷ്മി പറഞ്ഞു, നീ കൂടുതലൊന്നും പറയണ്ട. ദേ ഒരു കാര്യം ഞാൻ പറഞ്ഞ വിജയലക്ഷ്മി, നീ ഇനി അവനെ ശത്രുവായിട്ട് കാണരുത്. അങ്ങനെ ശത്രുവായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ നിന്റെ ദുർവിധിയാണ്, നീ ആയിട്ടാണ് ആ ദുർവിധി നിനക്ക് ഉണ്ടാക്കാൻ പോകുന്നതെന്ന് പറയണം. ഒരു കാരണവശാലും അവൻ നിന്റെ ശത്രു അല്ലെന്ന് നീ ഇനിയെങ്കിലും കണക്ക് കൂട്ടണം. അത് മാത്രമല്ല, നീ ഇപ്പോഴും എന്നെ ശത്രുവായിട്ടാ കരുതുന്നല്ലേന്ന് ചോദിക്കാം. ഇത് കേട്ടപ്പം അനാർക്കലി പറഞ്ഞു, അങ്ങനെയൊന്നുമില്ല, ഞാൻ നിങ്ങളെ ശത്രുവായിട്ട് കരുതിയിട്ടില്ലെന്ന് പറയണം. അല്ലെങ്കിലും നിങ്ങളെ ശത്രുവായിട്ട് ഞാൻ കരുതേണ്ട കാര്യമില്ലെന്ന് പറയണം. പെട്ടെന്ന് വിജയലക്ഷ്മി പറഞ്ഞു, ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിന്നെ ഞാൻ പണ്ടേ തീർക്കണ്ട. നിനക്കറിയാലോ, നീയും രാധികയും ഭദ്രനും എല്ലാരും കൂടെ ചേർന്നിട്ടാണ് എൻ്റെ മാധവേട്ടനെ ഇല്ലാതാക്കിയത്. ആ പ്രതികാരം എൻ്റെ മനസ്സിൽ ഇപ്പോഴും ആള് കത്തേണ്ടതാണ്. പക്ഷെ ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ ക്ഷമിക്കുന്നു നിന്നോട്? അതിനൊരു കാരണമുണ്ട്. ഒരു കാരണവശാലും നീ ഗോവിന്ദനെ തിരിയരുത്. ഗോവിന്ദനെ തിരിഞ്ഞിട്ടുണ്ടെങ്കിൽ അവസാനം നീ ഗോവിന്ദന്റെ കാല് പിടിച്ചെന്ന് ചെല്ലേണ്ടതായിട്ട് വരും, അറിയാലോ. ഇനി ഞാൻ ഇതിൽ കൂടുതലൊന്നും നിന്നോട് പറയുന്നില്ല എന്ന് പറയാണ്. ഇതെല്ലാം കേട്ട് കഴിഞ്ഞപ്പോ അനാർക്കലി, നിന്റെ വീറും വാശിയൊക്കെ എനിക്ക് കൊള്ളാം. അതെ, നിനക്ക് മാധവൻ നായരെ കൂടി പറഞ്ഞപ്പോ നിനക്ക് എന്താ ഇത്ര ഇത്? അയാൾ ഉപേക്ഷിച്ച് വേറെ ഒരുത്തൻ്റെ കൂടെ പോയതല്ലേ, അതിനകത്ത് നിനക്കൊരു കുട്ടി ഉണ്ടായില്ലെന്ന് ചോദിക്കുകയാണ്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടു നിന്റെ മകളെ. ഞാൻ അന്ന് അറക്കൽ വീട്ടിൽ വന്നപ്പോൾ കണ്ടിട്ടുണ്ടായിരുന്നു, രഞ്ജു. അതെ, നീ എന്താണല്ലോ ഇങ്ങനെ നടക്കുമല്ലേ, നിനക്ക് ഫോൺ ട്രിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുക, നിനക്ക് നിന്റെ മകളെ നോക്കാൻ സമയമില്ല. ഒരു കാര്യം ചെയ്യ, നീ എനിക്ക് അവളെ ഇങ്ങ് തന്നുകൂടെയെന്ന് ചോദിക്കുകയാണ്. ഞാൻ അവളെ പൊന്നു പോലെ നോക്കിക്കോളാം. എനിക്ക് നഷ്ടപ്പെട്ടു പോയ എൻ്റെ മകൾക്ക് പകരമായിട്ട് നിനക്ക് അവളെ എനിക്ക് തന്നുകൂടെയെന്ന് ചോദിക്കുക. അറക്കൽ കുടുംബത്തിൽ കൊണ്ടുപോയി അവളെ നിർത്തേണ്ട കാര്യമില്ലല്ലോ. കാരണം മുൻ ഭാര്യയ്ക്ക് ഇപ്പൊ അവളെ അവിടെ കൊണ്ട് നിർത്തേണ്ട വല്ല കാര്യമുണ്ടോ? അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞേ അവളെ ഇങ്ങ് തന്നേക്കാൻ പറഞ്ഞെന്ന് പറയാം. ഇത് കേട്ടത് ഒരു ഞെട്ടലുണ്ടാവുകയാണ് വിജയലക്ഷ്മിയില്. വിജയലക്ഷ്മിക്ക് എന്ത് ചെയ്യാൻ മറുപടി പറയാനൊന്നും നടത്തില്ല. പെട്ടെന്ന് തന്നെ വിജയലക്ഷ്മി പറഞ്ഞു, അതെ, അവൾ എൻ്റെ മകളാണ്. നിന്നോട് ഞാൻ പല കാര്യങ്ങളും പറയണമെന്നൊക്കെ ഓർത്തിട്ടാ ഇങ്ങോട്ട് വന്നേ. പക്ഷെ ഇപ്പൊ ഒരു കാര്യം എനിക്ക് മനസ്സിലായി. നിന്റെ മനസ്സിലെ പഴയ പകയും കാര്യങ്ങളൊന്നും പോയിട്ടില്ല. അത് പോകത്തിടത്തോളം കാലം നിന്നോട് ഒരു രഹസ്യം ഞാൻ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല. എനിക്ക് വേണ്ടത് ഇപ്പോഴത്തെ നിന്നെ അല്ല, അറിയാലോ. പണ്ട് രാധികനെ കാണുന്നതിന് മുമ്പ് എനിക്കൊരു അനാർക്കലിയെ പരിചയം ഉണ്ടായിരുന്നു. ആ അനാർക്കലിനെ എനിക്ക് വേണ്ടത്, ഇപ്പോഴത്തെ ഈ അനാർക്കലി അല്ലെന്ന് പറയണം. ഇത് കേട്ടതും അനാർക്കലി പറഞ്ഞു, അങ്ങനെ ഇനി ഒരിക്കലും എനിക്ക് ഒരു തിരിച്ചൊരു മടങ്ങിവരും ഉണ്ടാവത്തില്ല വിജയലക്ഷ്മി. അങ്ങനെ ഞാൻ ആ ഇതിലേക്ക് പോകത്തില്ല. ഇപ്പോഴെന്റെ മനസ്സിൽ ഒന്ന് മാത്രമേ ഉള്ളൂ, പകയും വൈരാഗ്യവും. പക്ഷെ എനിക്ക് നിന്നോട് പകയും വൈരാഗ്യമൊന്നും ഇല്ലെന്ന് പറയണം. വിജയലക്ഷ്മി പറഞ്ഞു, എന്നോടുണ്ടായിട്ട് കാര്യമില്ല. നിനക്ക് എന്നോട് പകയും വൈരാഗ്യം ഉണ്ടെങ്കിലും അതൊക്കെ നിന്റെ വെറുതെയാണ്. കാരണം അത് അതേ കാലമൊന്നും നിലനിൽക്കാൻ പോകുന്നില്ലെന്ന് പറയണം. സത്യം അറിയുന്ന നിമിഷം നീ എൻ്റെ അടുത്തേക്ക് വരും, എൻ്റെ കാലിലേക്ക് വന്ന് വീഴുമെന്ന് പറയാം. പെട്ടെന്ന് അതൊക്കെ ഞാൻ നിന്റെ അടുത്തേക്ക് വരാനാ? ജയിലില് അന്ന് നീ എന്നെ കാണാനായിട്ടാ വന്നേ. എന്നിട്ടൊരു കത്തും തന്നായിരുന്നു. ആ വാർഡൻ എനിക്ക് കൊണ്ടാ തന്നാ. പക്ഷെ ഞാനത് കാറ്റി പറത്തിന്ന് പറയാം. അതെ, അതെനിക്കറിയാം, നീ അത് കാറ്റി പറത്തിന്ന് എനിക്ക് അറിയുകയും ചെയ്യാം. പക്ഷേ ഒരു കാര്യമുണ്ട്, നിനക്ക് അറിയാനുള്ള രഹസ്യമായിരുന്നു ഞാൻ അതിനകത്ത് എഴുതിയിരുന്നേ. അത് നിനക്ക് അറിയാൻ കഴിഞ്ഞില്ല. കാരണം നിന്റെ അഹങ്കാരം എല്ലാത്തിനും കാരണം. പക്ഷെ ഇനിയൊന്ന് നീ മനസ്സിൽ വിചാരിച്ചോ, ഇനി ആ രഹസ്യം നീ അറിയണമെങ്കിൽ ഞാൻ വിചാരിക്കണമെന്ന് പറയാം. ഇത് കേട്ടത് അനർക്കുള്ളു. അല്ല, നീ ആ കത്തിലെഴുതി എന്തായിരുന്നു? അതെനിക്ക് അറിയണം എന്ന് പറയാണ്. ഇത് കേട്ടപ്പോ അനാർക്കലിയോട് വിജയലക്ഷ്മി പറഞ്ഞു, ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം. അതെന്താണ് ഇപ്പൊ നീ അറിയാൻ പോകുന്നില്ല. നിന്റെ സ്വഭാവം എന്ന് മാറ്റി എന്റെ പഴയ അനാർക്കലിയായിട്ട് നീ എന്ന് വരുന്നോ അന്ന് മാത്രം നീ ആ രഹസ്യം അറിയാൻ പോകുന്നുള്ളൂ. അല്ലെങ്കിൽ ഒരു കാരണവശാലും ആ രഹസ്യം അറിയത്തില്ല. ഉറപ്പാണെന്ന് ചോദിക്കും. ഉറപ്പാ. കാരണം ഇനി എന്റെ ചങ്ക് കീറിയെന്ന് പറഞ്ഞാൽ പോലും ആ രഹസ്യം നിന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നില്ല. കാരണം നീ ഇപ്പൊ പഴയ അനാർക്കലിയല്ല. നിന്റെ അടുത്തേക്ക് ആ രഹസ്യം പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നിനക്കത് ഉൾക്കൊള്ളാനും സാധിക്കില്ല. ഈ അവസ്ഥയിൽ നീ എന്താ ചെയ്യാൻ പോകുന്നു പറയാൻ പറ്റില്ല. ദേ വിജയലക്ഷ്മി, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് ആ രഹസ്യം അറിയണമെന്ന് പറയാം. ഇപ്പൊ നീ ആൾക്ക് അറിയേണ്ടെന്ന് പറഞ്ഞുകൊണ്ട് വിജയലക്ഷ്മി കാറിൽ കയറി അങ്ങോട്ട് പോകണം. ആ സമയം എന്ത് ചെയ്യണമെന്ന് അറിയില്ലാതെ അനാർക്കലി നിൽക്കുകയാണ്. അനാർക്കലിയുടെ മനസ്സിലേക്ക് പല പല സംശയങ്ങളും കാര്യങ്ങളും ഒക്കെ ഇങ്ങനെ മിന്നി മറിയുവാണ്. എന്താണെന്നറിയത്തില്ല. എന്തോ മനസ്സിലൊരു ബുദ്ധിമുട്ടാണോ വിഷമാണോ സങ്കടമാണോ എന്താണെന്നും അറിയത്തില്ല. അങ്ങനെ വിജയലക്ഷ്മി പോയി കഴിഞ്ഞ് വിജയലക്ഷ്മിനെ നോക്കിയിരിക്കുക. പിന്നീട് വിജയലക്ഷ്മി തകർന്ന മനസ്സോടുകൂടിയിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. വീട്ടിലേക്ക് വന്നു കയറിയതും സഹിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. നേരെ ഭഗവാന്റെ മുന്നിൽ പോയി പ്രാർത്ഥിക്കുക. എന്റെ ഭഗവാനെ, ഇതിന് മാത്രം എന്ത് തെറ്റാ ഞാൻ ചെയ്തേ? അറിയാലോ, എല്ലാ ദുഃഖങ്ങളും നിന്നോട് ഞാൻ പറയാറുണ്ട്. പക്ഷെ ഇപ്പൊ എന്റെ മനസ്സിന് ആ വല്ലാത്ത വിഷമം എന്നെ വേട്ടയാടുക. ഗീതുവിനെ രഞ്ജുവിനെ അവരെക്കുറിച്ച് ഓർത്തിട്ട് എനിക്കൊരു സമാധാനം കിട്ടുന്നില്ല. ഭഗവാനെ, നീ ആയിട്ട് എന്തെങ്കിലും വഴി കാണിച്ചു തരണം എന്നൊക്കെ പറഞ്ഞിട്ട് ഭഗവാന്റെ മുന്നിൽ കൈ കൂപ്പിന്ന് പ്രാർത്ഥിക്കുക. പിന്നീട് രണ്ടും കൽപ്പിച്ചെന്നവണ്ണം വിജയലക്ഷ്മി വന്നു. ഡയറി എടുത്തു. ഡയറിക്കകത്തുനിന്ന് കുറച്ച്
പേപ്പർ എടുത്തിട്ട് അതിലേക്ക് ഒരു കത്തങ്ങ് എഴുതുവേണം. ആ കത്തെഴുതിയിട്ട് അതിൻ്റെ അഡ്രസ്സ് കവറിൻ്റെ മുകളിൽ അതിൻ്റെ അഡ്രസ്സും കൂടെ എഴുതി, പ്രിയപ്പെട്ട ഗീതുവെന്നും പറഞ്ഞുകൊണ്ട്. കാരണം ഗീതുവിനുള്ള കത്താണ്, അതിൻ്റെ അകത്ത് എന്തോ ഒരു വലിയ രഹസ്യമുണ്ട്, എന്താണെന്ന് അറിയത്തില്ല. അപ്പോൾ ആ രഹസ്യമൊക്കെ ഇനിയിപ്പോൾ ഗീതാഞ്ജലി അറിയാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി.